വാങ്ങാൻ ഇവിടെ ആരാണുള്ളത്? ടാറ്റയുടെയും ബിർളയുടെയും അംബാനിയുടെയും അദാനിയുടെയും കുടുംബക്കാരാണ്. അവർ വാങ്ങിയാൽ ഇതെല്ലാം തീരുന്നു. അപ്പൊ വളരെ പ്രധാനമാണ് കർഷകർ. ആ കർഷകരുടെ കഴുത്തിന് നേരെ ചൂണ്ടപ്പെട്ട 3 കൈത്തോക്കുകളാണ് ഇവിടെ പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെ കൊണ്ടുവന്നിട്ടുള്ള ഈ കർഷക നിയമങ്ങൾ. വിശദീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. അത് സാങ്കേതികമായ കാര്യങ്ങളാണ്. അത് ഓർഡിനൻസ് ആയിട്ട് വരുന്നു. ഉടനെ ഓർഡിനൻസ് അങ്ങ് പാർലമെന്റ് പ്രസിഡന്റിന് അയച്ചു കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ അങ്ങനെ ഒരു പ്രസിഡന്റാ ഒരു മന്ദബുദ്ധിയാണ്. ഞാൻ അത് തന്നെ പറയും. ഒരു നാട്ടിന്റെ പ്രസിഡന്റിനെ പറ്റി അങ്ങനെ പറയുന്നത് നാടിനെ അവഹേളിക്കണം. പക്ഷെ ഇത്തരം ആളുകളെ പ്രസിഡന്റ് സ്ഥാനത്ത് കയറ്റി വയ്ക്കുന്നത് നാടിന് അപമാനമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ വിനീതമായി വളരെ മിതമായ ഭാഷയിൽ പറയുന്ന നാടിന് അപമാനമാണ് ഇത്തരം പ്രസിഡന്റ്. മുമ്പ് അടിയന്തരാവസ്ഥ കാലത്തൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, സത്കൃതി അലി അഹമ്മദ്. കുളിക്കാൻ ചട്ടിയിട്ട് കിടക്കുമ്പോൾ അവിടെ പോയപ്പോഴാണ് ഓർഡിനൻസ് ഒപ്പിട്ടത് അടിയന്തരാവസ്ഥ പാസാക്കാണ്ടായിട്ട്. എന്താണെന്ന് പോലും വായിച്ചു നോക്കാത്ത പ്രസിഡന്റിന്. അങ്ങനത്തെ പ്രസിഡന്റുമാരെ ഏറ്റി നടക്കേണ്ട ഗതികേട് നമുക്കിവിടെ സല്യൂട്ട് ചെയ്യേണ്ട ഗതികേടാണ് നമുക്കിവിടെ ഉള്ളത്. അതൊരു മറ്റൊരു കാര്യം. ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങളിലേക്കല്ല ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ടില്ല. പാർലമെന്റിൽ വിളിച്ചു അടിയന്തരമായി അതിൽ ചർച്ച ചെയ്യണം എന്നാണ് ഇപ്പോൾ കർഷക സമര സംഘടനകളെല്ലാം തന്നെ അവരുടെ പ്രതിനിധികൾ ഉന്നയിക്കുന്ന ഒരു കാര്യം. അതിനത് തയ്യാറല്ല. പിൻവലിക്കേണ്ട കാര്യം അത് പിന്നീട് അതിൽ കുറഞ്ഞ ഒരു ഡിമാൻഡും അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് കർഷക സമര സംഘടനകൾ 100-ലധികം സംഘടനകൾ ഇന്നതിൽ ഐക്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരത്തിലുള്ളത്. ഇന്ന് വടക്കേന്ത്യയിൽ, പഞ്ചാബിലും ഉത്തർപ്രദേശിലും ഒറീസ, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ രാജി കൊഴുത്തിന്റെ തിരക്കാണ്. അത് കഴിഞ്ഞു. ആ തിരക്ക് കഴിഞ്ഞാൽ അവരെല്ലാം തന്നെ ഒഴുകിയെത്തുകയായിരിക്കും. ഡൽഹി ശ്വാസം മുട്ടെന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അതിലേക്ക് അങ്ങനെ ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയെപ്പറ്റി ചിരിക്കാൻ പോലും തയ്യാറാകാതെ മരമണ്ടന്മാരായിട്ടുള്ള അഭ്യന്തരം ആഗോള കോമാളികളെ പോലെ നടന്നു, നാട് മുഴുവൻ നടന്നു, അവരെ പിന്തിരിച്ച് കൈവീശി അവരെല്ലാം തൃപ്തിപ്പെടുത്തി നാട് കിട്ടാവുന്ന കടവും വാങ്ങി എവിടേക്ക് വരുന്ന അങ്ങനെ ആഗോള കോമാളിയായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് ഇന്തോനേഷ്യക്കാൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ അങ്ങനെ ഒരു പ്രധാനമന്ത്രി അവരാണ് ഒരു വീട് വിചാരമില്ലാതെ ഈ നിയമങ്ങൾ പാസാക്കിയിട്ടുള്ളത്. എന്താണ് നിയമങ്ങൾ? കർഷകരുടെ കാര്യങ്ങളെ സംബന്ധിച്ച്, കൃഷിയെ സംബന്ധിച്ച് വിവിധ തലങ്ങളെ സ്പർശിക്കുന്ന നിയമമാണ് എന്നുള്ളത് ശരിയാണ്. ഞാൻ അതിലേക്കെല്ലാം കിടക്കുന്നില്ല. പക്ഷെ ആ മുഴുവൻ എല്ലാം കൂടി ആറ്റി കുറുക്കിയെടുത്താൽ അതുള്ളത് കർഷകരുടെ തലവിധി, ഇവിടുത്തെ കൃഷിയുടെ തലവിധി കോർപ്പറേറ്റുകൾക്ക് അടിമപ്പെടുത്തുന്നതാണ്. അവരുടെ മുഖത്തിന് കീഴിൽ എക്കാലത്തും ജീവിക്കാൻ വിധിക്കപ്പെടുന്നവരായി. നിങ്ങൾക്കറിയാമല്ലോ, ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ അടിമ യുഗത്തിനെതിരായി പോരാടിയവർ, അതിനെതിരായി പോരാടി കയറിയവർ, ജയിലറകൾ നിറച്ചവർ, അങ്ങനെ ഒരു ജനതയുടെ പാരമ്പര്യമുള്ള സ്വാതന്ത്ര്യ സമരകാലത്ത് മധ്യപ്രദേശിൽ സമാന്തര സർക്കാർ തന്നെ രൂപീകരിച്ച കർഷകർ ഘോരമായ സമരം നടത്തിയവരാണ്. ചൗരി ചോരയിൽ കർഷകരാണ് ചൗരി-ചോര പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ തയ്യാറായി അത് കത്തിച്ചു കളഞ്ഞത്. 100-ലേറെ പേര് വധശിക്ഷയ്ക്ക് വിധിക്കുവാനുണ്ട്. കർഷകരായിരുന്നു പ്രധാനമായും. അതുകൊണ്ട് അങ്ങനെ ഒരു ജീവചരിത്രമുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ വീടും താഴുമായി നിന്നിട്ടുള്ള ആ കർഷകർ ഈ നാടിനെ തീറ്റിപ്പോറ്റി നിലനിർത്തുന്ന ആ കർഷകരെ താല്പര്യങ്ങളെ ഒരു വിധത്തിലും പരിഗണിക്കാതെ ബ്രിട്ടീഷ് അടിമ യുഗത്തിനെതിരായി പോരാടിയ ആ ജനങ്ങൾക്ക് കഴുത്തിൽ വീണ്ടും കോർപ്പറേറ്റുകളുടെ നിലം വെക്കാനാണ് മോഡി സർക്കാർ നിൽക്കുന്ന. അടിയന്തരം ചുരുക്കി പറഞ്ഞാൽ കൂട്ടിക്കൊടുപ്പുകാരന്റെ പണിയാണ് ഇവിടുത്തെ മോഡി സർക്കാർ ചെയ്യുന്നത്. വെറും കൂട്ടിക്കൊടുക്കുന്ന 4 തരം കൂട്ടിക്കൊടുപ്പുകാരന്റെ പിന്തുണയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആകെ 2 പേര്, അദാനിയും അംബാനിയും. അവര് 2 പേരാണ്. അതുകൊണ്ടാണ് ഞാൻ
ഈ രണ്ടുപേരുടെയും കൂടെ കോലം കത്തിക്കുകയാണ് ഇന്ന് ഇന്ത്യയിൽ എമ്പാടും കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു രണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ കോലങ്ങളോട് മുമ്പ്. എന്തുകൊണ്ടാണ് അത്? രാഷ്ട്രീയ വൈരാഗ്യമോ വ്യക്തി വൈരാഗ്യമോ അല്ല. കർഷകരുടെ അടിസ്ഥാന പ്രശ്നങ്ങളോട് മുഖം തിരിച്ചു നിയമം കൊണ്ടുവന്നു, നാട് മുഴുവൻ എതിർക്കുന്നു, എന്താണെന്ന് പോലും ചർച്ച ചെയ്യാതെ അവസാനം ഒരു ദുരഭിമാനം അല്പമായിട്ട് ഭേദഗതി കൊണ്ടുവരാമെന്ന് പറയുന്നത്. ഭേദഗതി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ കൊണ്ടുവരുന്നത് വളരെ ശരിയായ നിയമമാണ്, പിന്നെ ഭേദഗതി. അപ്പൊ അതെന്തോ അവർക്കൊരു പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കുടിലമായ രീതിയിൽ സമീപനത്തിലൂടെ കർഷകരെ വീണ്ടും ആ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരാനുള്ള സ്വതന്ത്രമാണ് ബ്രാഹ്മണിക്കൽ കുടിലതയാണ്. ബ്രാഹ്മണിക്കൽ കുടിലതയാണ്. ബ്രാഹ്മണന്മാർ പണ്ട് ഈ വ്യക്തിപരമായുള്ള ബ്രാഹ്മണിസം എക്കാലത്തും നമ്മളെ അവരുടെ തന്ത്രമന്ത്രങ്ങളിലൂടെ സൂത്രക്കയറുകളിലൂടെ അടിമപ്പെടുത്തി ജാതീയമായി മതപരമായി വേർതിരിച്ചുകൊണ്ട് നമ്മളെ ഭിന്നിച്ചു നിർത്തി അടിമപ്പെടുത്തിയ ആ ഒരു ചരിത്രമാണ് നമ്മുടെ മുന്നിലുണ്ട്. ആ ചരിത്രത്തിൽ നിലകളായ നമ്മളെ വീണ്ടും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നമ്മളെ വീണ്ടും സാമ്രാജ്യത്തെ ശക്തികൊണ്ട് ആഗോളവൽക്കരണം സാമ്പത്തിക പദ്ധതികൾക്കനുസരിച്ചാണ് ഇത് കൊണ്ടുവരുന്നത്. ഇതിലൂടെ കുടുക്കിയിടാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഒരു കാരണത്താലും കർഷകർ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. എന്ത് വിളവെടുക്കേണ്ടി വന്നാലും ഈ പിൻവലിക്കുന്നതും കഴിഞ്ഞാലും കുറഞ്ഞ യാതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതാണ് അവരുടെ 4 പ്രധാന മുദ്രാവാക്യങ്ങളിൽ ഒന്നാമത്തേത് ഈ 3 നിയമങ്ങൾ പിൻവലിക്കുക എന്നാണ്. അത് അവരുടെ ജീവത്തായതാണ്. അതിൽ കുറഞ്ഞ യാതൊന്നും അവർ അംഗീകരിക്കാൻ പോകുന്നില്ല.